സമാന്തര ശ്രേണികൾ എന്ന ഈ പാഠത്തിന്റെ അവസാന ഭാഗമാണ്. അവസാന ഭാഗം നിങ്ങൾ നോക്കിയോ? പേജ് 34-35. അതിൽ 9 ചോദ്യങ്ങളുണ്ട്. അവസാനം സമാന്തര ശ്രേണികളുടെ തുക കാണുന്നതുമായി ബന്ധപ്പെട്ട 9 ചോദ്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ ലേശം പ്രയാസമുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ പ്രയാസമുള്ളതാണെങ്കിലും നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം നോക്കാം. അത് ഈ 9 ചോദ്യങ്ങളും 3 ഭാഗങ്ങളായി ചെയ്യാം. അതായത് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം 9 പീരീഡ് കഴിഞ്ഞു, ഇത് 10ാമത്തെ പീരീഡാണ്. 10ാമത്തെ പീരീഡില് ഒരു 3 ചോദ്യം, വീണ്ടും അടുത്ത 3 ചോദ്യം അടുത്ത പീരീഡ്, അവസാനത്തെ 3 ചോദ്യം 12ാമത്തെ പീരീഡ്. ഇത് 10ാമത്തെ പീരീഡ്, അടുത്തത് 11ാമത്തെ പീരീഡ്, 12ാമത്തെ പീരീഡ്. അങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ 9 ചോദ്യം. എന്താ വെച്ചാല് ഏതാണ്ട് 2 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് ഇത് മുഴുവൻ ഒന്ന് വിശദീകരിക്കാൻ. അത് ചുരുക്കി ചെയ്യാം. ഓക്കെ, അപ്പം ഈ 3 ഭാഗങ്ങളും നിങ്ങൾ കാണണം, ശ്രദ്ധയോടെ കാണണം, എന്നിട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ തുടങ്ങാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചുവടെയുള്ള ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. ഇവിടെ ഇപ്പം 1, 2, 3, 4, 5 ചോദ്യം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ? ഒന്നാമത്തെ സമാന്തര ശ്രേണി 11, 22, 33. അടുത്തത് 12, 23, 34. മൂന്നാമത്തത് 21, 32, 43. നാലാമത്തത് 19, 28, 37. അഞ്ചാമത്തത് 1, 6, 11. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ ഇവിടെ ഈ 5 സമാന്തര ശ്രേണിയുണ്ട്. അതിലെ ഓരോ ശ്രേണിയുടെയും 25 പദങ്ങളുടെ തുക കാണുന്നു. ഇപ്പൊ തുക കാണാനുള്ള ചോദ്യം 25 പദങ്ങളുടെ തുക കാണാൻ നമുക്ക് 6-7 സൂത്രവാക്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? അതിലെ ഏത് സൂത്രവാക്യമാണ് ഇവിടെ നല്ലത്? യെസ്, ഇതാണ്. എസ് സമം തുക n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഈ സൂത്രവാക്യം അനുസരിച്ചാണ് ഈ 5 സമാന്തര ശ്രേണികളുടെയും തുക നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യത്തത് കുറച്ച് സ്ലോ ആയിട്ട് പറയും, അടുത്തതൊക്കെ വളരെ സ്പീഡിൽ പറയും. അപ്പൊ ഒന്നാമത്തത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ അടുത്തൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കും അതിനേക്കാൾ വേഗത്തിൽ ചെയ്യാൻ പറ്റും. തുടങ്ങാം അല്ലേ? അപ്പൊ അതില് ഒന്നാമത്തെ സമാന്തര ശ്രേണി ഇതാണ്. 11, 22, 33. ഒന്നാമത്തെ സമാന്തര ശ്രേണി. ഇതിലെ നമ്മുടെ സൂത്രവാക്യം n/2 എന്ന് പറയുമ്പോൾ n എന്ന അറിയാലേ? എന്താ? പദങ്ങളുടെ എണ്ണം. ഈ ചോദ്യത്തില് മൊത്തത്തിൽ എല്ലാ സമാന്തര ശ്രേണികളുടെയും എത്ര പദങ്ങളുടെ തുകയെ കാണേണ്ടത് ചോദ്യത്തിൽ നേരത്തെ വായിച്ചില്ലേ അല്ലേ? നിങ്ങളെ ടെക്സ്റ്റ് നോക്കിയാൽ മതി. ഞാൻ എഴുതിയ ചോദ്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ പാഠപുസ്തകം നോക്കിയാൽ മതി. 25 ആണ്. അപ്പൊ നമ്മള് എന്നിന് പകരം 25/2. ക്ലിയർ? n/2 പകരമായിട്ട് n25 എന്നിവിടെ തന്നിട്ടുണ്ട്. അതാണ് 25/2 ഇൻറ്റു ആദ്യ പദം. ഇതിൽ ആദ്യ പദം എന്താ? 11 പ്ലസ് xn ആണ്. xn എന്ന് പറഞ്ഞാ അത് അവസാന പദമാണ്. അപ്പൊ അവസാന പദം പക്ഷേ ഇതിൽ തന്നിട്ടില്ല. ഇതിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടുള്ള ആ ഭാഗം എന്താന്ന് വെച്ചാല് ആദ്യ പദം തന്നിട്ടുണ്ട്, പദങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്, പക്ഷെ അവസാന പദം തന്നിട്ടില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ തുക കാണണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ അവസാന പദം എന്ന് പറയുമ്പോൾ എത്രാമത്തെ പദം? 25 പദങ്ങളുടെ തുകയാണല്ലോ കാണേണ്ടത്. അപ്പൊ 25ാമത്തെ പദം കാണണം. അങ്ങനെ പദങ്ങളുടെ ആ പദം ഇത്രാമത്തെ പദം കാണാൻ ഒരു വഴി ഉണ്ടല്ലോ. എന്താ അത്? xn സമം f പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ ഇവിടെ 2 സൂത്രവാക്യം അല്ലേ? ഒന്നാമത്തെ സൂത്രവാക്യം ഇതാണ്.
അത് പദങ്ങളുടെ തുക കാണാനുള്ളതാണ്. ഇതെന്താണ്? എത്രാമത് എന്ന് പറയുന്ന ആ പദം കാണാനുള്ള, ഇത് പദങ്ങളുടെ തുക, ഇത് പദം കാണാനുള്ള സൂത്രവാക്യം. അപ്പൊ നമുക്ക് ഇതില് xn കണ്ടുപിടിക്കണം. അതിനെ ഈ സൂത്രവാക്യം ചെയ്യാൻ പോകും. f എന്ന് പറഞ്ഞാൽ ആദ്യ പദം. ആദ്യം നമുക്കറിയാം അല്ലേ? 11 പ്ലസ് n മൈനസ് 25 അല്ലെ? n 25 മൈനസ് 1 എത്രയാ? 24. പിന്നെ എന്താ? d ആണ് അല്ലെ? d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസത്തിൽ എത്രയാ? ഈ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാം പദം കുറക്കുക. എങ്ങനെ കുറച്ചാലും കിട്ടുന്നത് എന്താണ്? 11. 11 പ്ലസ് 24 ഗുണിക്കണം 11. ഇനി 24 ഗുണിക്കണം 11. 11 പ്ലസ് ഞാനിവിടെ മനക്കണക്ക് ചെയ്യാൻ പോണ് 264. 24നെ 11 കൊണ്ട് ഗുണിച്ചാൽ 264. ഏതൊരു സംഖ്യയും 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ 24 ആണ് ഗുണിക്കുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്തെ സംഖ്യ 4, അത് ഇവിടെ എഴുതുക. ഈ 4 തൊട്ടടുത്ത സംഖ്യ കൂട്ടുക, 6, അതാണ് ഇത്. പിന്നെ 2, അത്. അങ്ങനെ എത്ര സംഖ്യ, ആ സംഖ്യയിൽ എത്ര പദങ്ങളുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടി 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 ഇതിന്റെ 24നെ 11 കൊണ്ട്, അല്ലെങ്കിൽ ഏതോ സംഖ്യയും 11 കൊണ്ട് ഗുണിക്കാൻ പറ്റും. ഓക്കെ. ഇനി 11 പ്ലസ് 264 എത്രയാ? 275. ഈ 275 എന്താ? നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്? അത് xn ആണ്. അതായത് 25ാമത്തെ പദമാണിത്, 275. ഇനി ഇതിനെ നമുക്ക് മാറ്റി എഴുതാം അല്ലെ? ഇതിനെ മാറ്റി എഴുതാം. മാറ്റി എഴുതുമ്പോ എന്താ വരിക? 25/2 ഇൻറ്റു 11. xn പകരം എന്ത് കിട്ടി? 275. ഇനി 275ഉം 11 കൂടെ കൂട്ടി എത്ര വരും? 286. അതായത് 25/2 ഗുണിക്കണം 286. 286നെ 2 കൊണ്ട് ഗുണിച്ചാൽ 143. ഇനി 143നെ 25 കൊണ്ട് ഗുണിക്കണം അല്ലേ? 143 ഗുണിക്കണം 25 ഗുണിച്ചാൽ എത്ര വരും? ആദ്യം 5 കൊണ്ട് ഗുണിക്കുക, എത്ര വരും? 715. 143നെ 5 കൊണ്ട് ഗുണിച്ചാൽ 715. 140 ഗുണിക്കണം 5, 700. 5 3 15, 700ഉം 15 715. ഇനി 20 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ആദ്യം ഒരു 0 ഇട്ടേക്കുക. പിന്നെ 2 3 6, 2 4 8, 2 1 2. ഇത് കൂട്ടിയാൽ 5 7 5 3. 3575 ആണ് ഇതിന്റെ ഉത്തരം. അപ്പോ ഒന്നാമത്തെ സീരീസിലെ സമാന്തര ശ്രേണിയുടെ 25 പദങ്ങളുടെ തുകയാണ് നമുക്ക് കിട്ടിയത് 3575. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം നമുക്ക് സ്പീഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതില് രണ്ടാമത്തെ ചോദ്യം 12 23 34. ഈ സൂത്രവാക്യം അനുസരിച്ച് ഇതിന്റെ തുക n/2 25/2 ആദ്യ പദം 12 പ്ലസ് xn. അപ്പൊ xn കാണണം. xn കാണാനുള്ള സൂത്രവാക്യം ഇവിടെ ഉണ്ട്. f പ്ലസ്, അതായത് 12 പ്ലസ് n മൈനസ് 1 24 ഗുണിക്കണം 11. 11 ഇവിടെയും പൊതു വ്യത്യാസം 11 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 11 എഴുതിയത്. അപ്പൊ 12 പ്ലസ് 264 സമം 276. അപ്പൊ xn കിട്ടി 276. ഇനി ഇതനുസരിച്ച് തുക 25/2 ഗുണിക്കണം xn 12 പ്ലസ് 276 സമം 25/2. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാ? 25/2 ഗുണിക്കണം 276 12 288. 288നെ 2 ഹരിച്ചാൽ 144. അപ്പൊ 144 ഗുണിക്കണം 25 ഗുണിച്ചാൽ എന്ത് വരും? 720
288. അപ്പോൾ 0.06 3600 രണ്ടാമത്തെ സമാന്തര ശ്രേണിയുടെ 25 പദങ്ങളുടെ തുക. മൂന്നാമത്തെ ചോദ്യം. ഇരുപത്തി 25/2 25/2 ആദ്യ പദം 21xn അവസാന പദം. അപ്പൊ അവസാന പദമാണ് ഈ സൂത്രവാക്യം തന്നെ, അതായത് f പ്ലസ് 21 പ്ലസ് n മൈനസ് 25 മൈനസ് 1 24 d. ഇവിടെയും 21 11 32, വ്യത്യാസം 11. അതായത് 21 പ്ലസ് 264 എത്ര വരും? 285. അപ്പൊ തുക കാണാൻ എന്താ വഴി? ഇതിനെ അങ്ങോട്ടേക്ക് താഴെ ഇറക്കുന്നു. 25/2 ഗുണിക്കണം ആദ്യ പദം 21 പ്ലസ് 285 സമം 25/2 ഗുണിക്കണം 306. 306 2 ഹരിച്ചാൽ 153. അപ്പൊ 153 ഗുണിക്കണം 25 ഗുണിച്ചാൽ എന്ത് വരും? 765 വിട. പിന്നീട് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 306. 5 2 8 3825. ഇതാണ് എത്രാമത്തെ ചോദ്യം? അത് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തത് 19 28 37. തുകയാണ് സൂത്രവാക്യം 25/2 x1 19 പ്ലസ് xn. ഇനി xn കാണണം. xn കാണാൻ ആദ്യ പദം 19 പ്ലസ് 24 ഗുണിക്കണം d. d എത്രയാണ്? പൊതു വ്യത്യാസം 28 നിന്ന് 19 കുറച്ചാൽ 9. അപ്പൊ 19 പ്ലസ് ഇത് എത്ര വരും? 150 36 216 235. ഇനി ആ 235 ഇവിടെ ഉപയോഗിക്കണം. അപ്പൊ 25/2 ഇങ്ങോട്ടേക്ക് വന്നു. 19 പ്ലസ് 235 സമം 25/2 ഗുണിക്കണം 254. 254 2 കൊണ്ട് ഹരിച്ചാൽ 127. അപ്പൊ 127 25 കൊണ്ട് ഗുണിക്കണം 635. ഇതിന് 2 കൊണ്ട് 20 കൊണ്ട് ഗുണിക്കുമ്പോൾ 254. ഇത് കൂട്ടുമ്പോൾ വരും 5 7 3175. അപ്പൊ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി 3175. ഇനി ലാസ്റ്റ് ആ ഒന്നാമത്തെ ചോദ്യത്തിലെ അവസാനത്തെ ചോദ്യം 1 6 11. പദങ്ങളുടെ തുക 25/2 x1 1 പ്ലസ് xn. അപ്പൊ xn കാണണം. xn കാണാൻ f പ്ലസ് 1 പ്ലസ് 24 പൊതു വ്യത്യാസം എത്രയാ? 6 നിന്ന് കുറച്ചാല് 5. അതാണ് പൊതു വ്യത്യാസം. അപ്പൊ 1 പ്ലസ് 120 121. ഇനി ഈ സൂത്രവാക്യം അനുസരിച്ച് ചെയ്യാൻ പോണേ. 25/2 1 പ്ലസ് 121. അപ്പൊ 25/2 ഗുണിക്കണം 122. 122 2 ഹരിച്ചാൽ 61. അപ്പൊ 61 ഗുണിക്കണം 25. 305 120 കൂട്ടിയാൽ 5 2 5 1525. ഇതിലെ ഒന്നാമത്തെ ചോദ്യം
5 സമാന്തര ശ്രേണികളുണ്ട്. അതിൽ ഓരോന്നിന്റെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ്. അതാണ് എത്ര നേരം കണ്ടത്. ഇനി നമുക്ക് ഇതിലെ അടുത്ത ചോദ്യത്തിലേക്ക്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? മനസ്സിലായല്ലോ അല്ലേ? എന്താ വേണ്ടത്? 6, 10, 14 ഇതിങ്ങനെ പോകുന്നു. സമാന്തര ശ്രേണി ഇങ്ങനെ നീണ്ടു പോകുന്നു. ആ നീണ്ടു പോകുമ്പോൾ ഒരുപാട് പദങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ആ പദങ്ങളിൽ ആദ്യത്തെ 20 പദങ്ങൾ ക്ലിയർ, അതിന്റെ തുക. അത് കഴിഞ്ഞാൽ അടുത്ത 20 പദങ്ങളുടെ തുക. എന്നിട്ടോ ഇവ തമ്മിൽ, ആ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും കാണണം, പിന്നെ അടുത്ത 20 പദങ്ങളുടെ തുകയും കാണണം, എന്നിട്ട് വ്യത്യാസം കാണണം അല്ലെ? തുകകൾ കാണാൻ നമുക്കറിയാം എന്താ, പിന്നെ n/2 × x1 + xn ആ സൂത്രവാക്യം അനുസരിച്ച് നമുക്ക് ഇതിന്റെ തുക കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ തുക കാണാതെ തന്നെ നമുക്ക് ഈ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? 6, 10, 14 എന്ന സമാന്തര ശ്രേണി, അതിന്റെ ആദ്യത്തെ 20 പദങ്ങൾ, അതുപോലെ അടുത്ത 20 പദങ്ങൾ, ഈ 2 പദങ്ങളുടെയും തുക കാണാതെ തന്നെ തുകയുടെ വ്യത്യാസം കാണാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കാം. നമുക്ക് എല്ലാം എളുപ്പത്തിലാണല്ലോ ചെയ്ത് പഠിക്കേണ്ടത്. ഏതായാലും ഇത് 6, 10, 14 ഇങ്ങനെ പോയി അവസാനം ഏത് പദത്തും അതിന് നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം അല്ലെ? എന്താ സൂത്രവാക്യം? f + n - 1 × d. അപ്പൊ ഇതിലെ 20ാമത്തെ പദമാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ സമാന്തര ശ്രേണിയിലെ 20ാമത്തെ പദം, അതായത് x20. അത് കാണാൻ ആദ്യ പദം 6 + n - 1. n എന്ന് പറയുന്നത് 20. 20 - 1 എത്രയാ? 19 ഗുണിക്കണം പൊതു വ്യത്യാസം എത്രയാ? 4. അപ്പൊ 19 4 എത്രയാ? 76. രണ്ടും കൂടെ കൂട്ടിയാല് 82 ആണ് ഇതിന്റെ അവസാന പദം. 6, 10, 14 എന്ന ഈ സമാന്തര ശ്രേണിയുടെ 20ാമത്തെ പദം എന്താണ്? 82. ഒന്നാമത്തെ പദം നമുക്ക് 20ാമത്തെ പദം വരെ കിട്ടി. 6, 10, 14 ഇങ്ങനെ പോയി 20ാമത്തെ പദം 82. ഇനി നമുക്ക് വേണ്ട എന്താ? 21ാമത്തെ പദം നമുക്ക് 40ാമത്തെ പദം. 21ാമത്തെ പദം എന്താ? ഇതിന്റെ കൂടെ 4 കൂട്ടിയാൽ മതിയല്ലോ. 86. പിന്നെ 90, 94 ഇങ്ങനെ പോകും അല്ലേ? ഇതിലെ അടുത്ത 20ാമത്തെ പദം എങ്ങനെ കാണും? അല്ലെങ്കിൽ 40ാമത്തെ പദം. ഇതിൽ നമുക്ക് 20ാമത്തെ പദം കാണാം, ഇതിന്റെ 20ാമത്തെ പദം. അപ്പൊ ഇതേ സൂത്രവാക്യം എന്താ? f + 86 + n - 19 × d 4. 86 + 76 എത്രയാ? 162 ആണ്. അപ്പൊ ഇവിടെ 162. ആദ്യത്തെ ശ്രേണി എത്രയാ? 6, 10, 14, 82 വരെ. ഈ 2 ശ്രേണിയെ ശ്രദ്ധിക്കാം. എന്താ? ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 80. ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 80. ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 80. അതായത് ഇതിന്റെ ആദ്യത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 80, രണ്ടാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 80, മൂന്നാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 80, നാലാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 80. അവസാനം നോക്കൂ, 162, 82. ഇത് 20ാമത്തെ പദം, ഇതും 20ാമത്തെ പദം. ഇവ തമ്മിലുള്ള വ്യത്യാസം ഇതും 80. അപ്പൊ ഓരോ പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര വരുന്നു? 80. എത്ര പദമുണ്ട്? 20. അപ്പം ആ വ്യത്യാസത്തിന്റെ മൊത്തം തുക എങ്ങനെ കാണും? 80 ഗുണിക്കണം 20, 1600. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. 9ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കാണുക. അപ്പൊ 9ന്റെ ഗുണിതമാണ്. 9ന്റെ ഗുണിതമായ 3 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യ പദവും കിട്ടണം, അവസാന പദവും കിട്ടണം. അപ്പൊ നമുക്ക് ഈ സൂത്രവാക്യം അനുസരിച്ച് തുക കാണാൻ പറ്റും അല്ലേ? ആദ്യ പദം എന്താ? എങ്ങനെ കാണാം? 9ന്റെ ഗുണിതം നോക്കുക അല്ലേ? 19
10 ഗുണിക്കണം 9 90, 11 9 99, 12 9 108. അപ്പൊ മൂന്നാമത്തെ മൂന്നക്ക സംഖ്യ വരുന്ന ആദ്യത്തെ പദത്തിലെ വരുന്നത് 108 ആണ്. 108, 117 ഇങ്ങനെ പോയി. അതില് അവസാനത്തെ മൂന്നക്ക സംഖ്യ 9ന്റെ ഗുണിതമായ മൂന്നക്ക സംഖ്യ ഏറ്റവും വലുത് എന്താ വഴി? നമ്മൾ ആകെ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അതിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര കിട്ടും? 999. അപ്പൊ ഇതാണ് 999. ഓക്കെ, അപ്പൊ ഇത് കാണാനുള്ള വഴി എന്താണ്? n/2 into x1 plus xn. n/2 into x1 108 plus 999. പക്ഷെ ഇവിടെ n നമുക്ക് കിട്ടിയിട്ടില്ല. ആദ്യ പദം കിട്ടി, അവസാന പദം കിട്ടി, പക്ഷെ എണ്ണം കിട്ടിയില്ല. എണ്ണം കിട്ടാൻ എന്താ വഴി? അവസാന പദത്തിൽ നിന്ന്, അതായത് 999 നിന്ന് 108 കുറക്കുക. കുറച്ചാൽ എന്ത് വരും? 9 അല്ലെ? 8നോട് 1 കൂട്ടിയാൽ 9, 0ത്തോട് 9 കൂട്ടിയാൽ 9, 1നോട് 8 കൂട്ടിയാൽ 891. അതിനെ ഇതിന്റെ പൊതു വ്യത്യാസത്തില 9 ഹരിക്കുക. ഹരിച്ചാൽ എത്ര കിട്ടും? 99. അപ്പൊ നമ്മൾ ചെയ്തല്ല, ആദ്യം ഈ അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറച്ചു 891. അതിനെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിച്ചു 99. അതിന്റെ കൂടെ 1 കൂട്ടുക. അങ്ങനെ 1 കൂട്ടുമ്പോ എന്ത് കിട്ടി? 100 കിട്ടി. അതാണ് പദങ്ങളുടെ എണ്ണം. ഇതിനെ ചുരുക്കി ഇങ്ങനെ എഴുതാം: n/2 100/2. 108ഉം 99ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 1107 അല്ലെ? 999ന്റെ കൂടെ 1 കൂട്ടിയാൽ 1000. അപ്പൊ ഈ 1 ഇതിൽ നിന്ന് കുറച്ചാൽ വരും 107. അതാണ് 1107. ഇനി ഇതിനെ വെട്ടി 50 ഗുണിക്കുക. 7 35 3 55 50ന് 0 55,350. അപ്പം ആകെ അവസാന ഭാഗമുള്ളത് 9 ചോദ്യമാണ്. അതിലെ 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് അടുത്ത 3 ചോദ്യങ്ങളുടെ ഉത്തരം കാണാം.